ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതൊന്ന് പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ എല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായി ഇനി വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സിയാലിലാണ്. പിന്നെ ഞാൻ ഈ ബാഗൊക്കെ തൂക്കി എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ ഞാൻ വേറൊരു ജോബിലോട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു 1 മന്ത് ബാംഗ്ലൂർ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത്. ഈ 1 മന്ത് എന്നുള്ളത് കൺഫേംഡ് അല്ല കേട്ടോ. ചിലപ്പോൾ അതിന് മുന്നേ കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി എക്സ്റ്റെൻഡഡ് ആയേക്കാം. അപ്പോൾ അങ്ങനെ ഫുൾ ഓൺ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മാക്സിമം ഉള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ പാക്ക് ചെയ്തിരുന്നു. ഞാനൊരു 1 മന്തിലോട്ടാണ് പോകുന്നതെന്നൊന്നും ടൂഡിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു 7 ഡേയ്സിൽ ഞാൻ തിരിച്ചു വരുമെന്നാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. ആ 7 ഡേയ്സ് തന്നെ അവനൊരു ലോങ് ഡേയ്സ് ആയിരുന്നു. ബിക്കോസ് കാലണ്ടറിലൊക്കെ ഓരോ ദിവസം ഇങ്ങനെ എണ്ണിയൊക്കെ നോക്കിയിട്ടാണ് ആൾ ഓക്കെ അടിച്ചത്. അപ്പം ഞാൻ 7 ഡേയ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാരണം എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. അതിന് 1 മന്ത് കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ. ഇതാണല്ലോ ബഷീർ പറഞ്ഞത്. ഞാൻ ഓൾറെഡി വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലഗേജ് കൊടുത്ത് വലിയ ലാഗൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസൊക്കെ കിട്ടി. പിന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാനിത് പെട്ടെന്നുണ്ടായ കുറേ ചേഞ്ചസും ഡിസിഷൻസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മെൻ്റലി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. മാത്രമല്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇത്രയും ദിവസം അവനെ മാറി നിൽക്കുന്നത്. ഒരു 2 ഡേയ്സൊക്കെ മാക്സിമം മാറി നിന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈവൻ അവനെ നല്ല കേട്ടോ, ചേട്ടനായാലും മാറി നിൽക്കുന്നതിൽ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നല്ലൊരു തുടക്കത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം ഓക്കെ അങ്ങ് വെച്ചു. എത്രയൊക്കെ തവണ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫ്ലൈറ്റ് ജേർണി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞത് തന്നെയാണ് കേട്ടോ. അതിനും ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഒരു ഫ്ലൈറ്റ് ജേർണിയുടെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ തോട്ട് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് എനി സിംഗിൾ ഷോട്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെ വിചാരിച്ചാലും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈവൻ ലഗേജിൻ്റെ വീഡിയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ഔട്ട് ആക്കി. ബട്ട് ഐ ട്രൈ ടു ഇൻക്ലൂഡ് മാക്സിമം. പിന്നെ ഇതുവരെ ഫ്ലൈറ്റ് ജേർണി ചെയ്യാത്തവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ സിംഗിൾ ഷോട്ട്സൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ടത്. എൻ്റെ സീറ്റ് ഓൾമോസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിലെ റോയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചതിന് ശേഷം ആ ഒരു ഓർഡറിലായിരിക്കും അവർ കോൾ ചെയ്ത് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ ടേൺ. സോ ഫ്രണ്ട് റോയിലെ സീറ്റിൽ നമ്പേഴ്സൊക്കെ അവർ കോൾ ചെയ്തു. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് യൂഷ്വലി ഫ്ലൈറ്റിലോട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ളൊരു പാത്ത് വേ. അങ്ങനെ ഞാൻ നടന്നു ചെന്നു. ഇത് ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. സോ ബാംഗ്ലൂരിലോട്ട് 50 മിനിറ്റ്സ് ആണ് ട്രാവൽ ടൈം വരുന്നത്. ഞാൻ പോയി സീറ്റിലൊക്കെ ഇരുന്നു. India by Indigo. धन्यवाद. Ladies and gentlemen, welcome you on board flight 6482. Bangalore is approximately 50 minutes away. Our aviators today are Captain Aman and First Officer Siddharth. Alongside our crew member Vipashna, Muskan, Pratiksha and I, Sushmita, lead cabin crew member. We speak Hindi and English and some of us speak Bengali. Comfortable. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ടൈമായി. ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് വോയിസ് ഇടുന്നില്ല കേട്ടോ, ബിക്കോസ് റിയൽ ആയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അറിയാമല്ലോ.
ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 7 o'clock അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൺറൈസിൻ്റെ ഒക്കെ വീഡിയോ നല്ല രീതിയിൽ കിട്ടിയിരുന്നു. പിന്നെ ആ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ചെറുതായിട്ട് മിസ്റ്റ് അടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തത് അത്ര ക്ലാരിറ്റി വന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കത് മിസ്സാക്കണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേക്കും ഇതാ ബാംഗ്ലൂർ എത്തിയേ. ഞാൻ പിന്നെ ടൈം ലാപ്സ് ഇട്ട് ഈ ഒരു ലാൻഡിങ് വീഡിയോ അങ്ങ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ദിസ് ഈസ് മൈ സെക്കൻഡ് വിസിറ്റ്. ഫസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് പണ്ട് എപ്പോഴും സ്കൂളിൽ പഠിച്ചപ്പോൾ പോയതാണ് കേട്ടോ. സോ നോ ഐഡിയ എങ്ങോട്ട് പോകണം എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങി ലഗേജൊക്കെ എടുത്തിട്ട് ഉബർ നോക്കാമെന്നാണ് ഓർത്തത്. എനിക്ക് ലൊക്കേഷനൊക്കെ ഓൾറെഡി അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 6-7 kilometers ആണ് എയർപോർട്ടിൽ നിന്ന് വരുന്നത്. ഹാർഡ്ലി ലെസ് ദാൻ ഒരു ഹാഫ് അവറേ വരുന്നുള്ളൂ. പിന്നെ ലഗേജ് എടുത്തിട്ട് ഉബർ ബുക്ക് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഇത് നമ്മൾ നോർമൽ ഉബർ ബുക്കിംഗ് പോലെ അല്ല കേട്ടോ. ഇത് എയർപോർട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടാക്സി പോയിൻറ്റ്സ് ഉണ്ട്. ടാക്സി എന്നല്ല, ഉബറിന് സെപ്പറേറ്റ് ഒരു പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ടാക്സീസിനും സെപ്പറേറ്റ് ആയിട്ട് പിക്കപ്പ് പോയിൻറ്റ്സ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, നമുക്ക് യാതൊരു കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ബിക്കോസ് ഉബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരതിൻ്റെ അകത്ത് പിക്കപ്പ് ലൊക്കേഷനൊക്കെ എവിടെയാണെന്ന് കാണിച്ചു. അതായത് നമുക്കൊരു റിട്ടേൺ ഇതായിട്ട് ഗൈഡ് ചെയ്ത് തരിക ചെയ്തത്. സോ ഗോ 25 steps ഫ്രണ്ട്, ടേൺ ലെഫ്റ്റ്, ഇന്ന പോയിന്റിൽ നിന്ന് റൈറ്റ് എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഈസി ടു ഫൈൻഡ് ഔട്ട്. അപ്പം ഞാൻ പിന്നെ ടാക്സി കിട്ടി. എനിക്ക് ടാക്സി നമ്പറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബിക്കോസ് നമ്മുടെ ഫോണിലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പിംഗ് ലൊക്കേഷനൊക്കെ കിട്ടിക്കൊള്ളുവേ. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ വിശേഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു ലൈക്ക്. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.